നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. യേശുക്രിസ്തുവിന്റെ അന്ത്യ അത്താഴത്തിന്റെ സ്മരണയിൽ ലോകമെങ്ങുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ പെസഹ ആചരിച്ചു. പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും കാൽ കഴുകലും ശുശ്രൂഷയും നടന്നു. മനുഷ്യർ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കണമെന്ന് സീറോ മലബാർ സഭ മുൻ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ നവീകരണ ജോലികൾ പുരോഗമിക്കുന്നു. ഇപ്പോൾ നടക്കുന്നത് പാതയുടെ വീതി വർദ്ധിപ്പിക്കുന്ന മൺജോലികൾ. ദേശീയപാത മുഖം മിനുക്കുന്നതോടെ അടിമാലിയുടെയും മൂന്നാറിന്റെയും വാണിജ്യ മേഖലയ്ക്കും വിനോദസഞ്ചാര മേഖലയ്ക്കും കരുത്താകുമെന്ന പ്രതീക്ഷ. ജില്ലാ വിനോദസഞ്ചാര വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന 4ാമത് മൂന്നാർ പുഷ്പമേള മെയ് 1 മുതൽ 10 വരെ നടക്കും. പുഷ്പമേള നടത്തുന്നത് ദേവികുളം റോഡിലുള്ള വിനോദസഞ്ചാര വകുപ്പിന്റെ ബോട്ടാണിക്കൽ ഗാർഡനിൽ. മേളയുടെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത് മൂന്നാറിന്റെ തനത് പൂക്കൾക്കൊപ്പം വിദേശ ഇനങ്ങൾ ഉൾപ്പെടെ പുതിയ 400-ലധികം തരത്തിലുള്ള പൂക്കളും ചെടികളും. പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഷീ ലോഡ്ജിന്റെ നിർമ്മാണ ജോലികൾ അവസാന ഘട്ടത്തിൽ. പഞ്ചായത്ത് പദ്ധതി നടപ്പിലാക്കുന്നത് ബഹുവർഷ പദ്ധതിയായി 1.25 കോടിയോളം രൂപ വകയിരുത്തി. ഷീ ലോഡ്ജ് പദ്ധതി മൂന്നാറിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കൂടുതൽ കരുത്തു പകരുമെന്ന് പ്രതീക്ഷ. വിശദമായ വാർത്തകൾ. യേശുക്രിസ്തുവിന്റെ അന്ത്യ അത്താഴത്തിന്റെ സ്മരണയിൽ ലോകമെങ്ങുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ പെസഹ ആചരിച്ചു. പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും കാൽ കഴുകൽ ശുശ്രൂഷയും നടന്നു. ക്രിസ്തുദേവൻ തന്റെ കുരിശുമരണത്തിന് മുമ്പ് 12 ശിഷ്യന്മാർക്കൊപ്പം അന്ത്യ അത്താഴം കഴിച്ചതിന്റെ ഓർമ്മയിലാണ് പെസഹ ആചരിക്കുന്നത്. ക്രൈസ്തവ ദേവാലയങ്ങളിൽ രാവിലെ മുതൽ തന്നെ പ്രത്യേക പ്രാർത്ഥനകൾ ആരംഭിച്ചു. അന്ത്യ അത്താഴത്തിന് മുമ്പ് യേശു ശിഷ്യന്മാരുടെ പാദം കഴുകിയതിന്റെ ഓർമ്മയിൽ കാൽകഴുകൽ ശുശ്രൂഷയും നടന്നു. വൈദികരും വിശ്വാസികളും ഉൾപ്പെടെ നിരവധി ആളുകൾ പ്രാർത്ഥനാ ചടങ്ങുകളിൽ പങ്കെടുത്തു. പെസഹ ആചരണത്തിന്റെ ഭാഗമായി ക്രൈസ്തവ ഭവനങ്ങളിൽ പെസഹ അപ്പവും മുറിച്ചു. മനുഷ്യർ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കണമെന്ന് സീറോ മലബാർ സഭ മുൻ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി. തങ്കമണി സെന്റ് തോമസ് ദേവാലയത്തിൽ പെസഹ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകളിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മനുഷ്യന്റെ ജീവിതശൈലിയിൽ 4 ഘട്ടങ്ങളുണ്ടെന്നും ഇവ പ്രകൃതിയുടെ പല ഘടകങ്ങളെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നതെന്നും മാർ ജോർജ് ആലഞ്ചേരി പറഞ്ഞു. മനുഷ്യജീവിതത്തിലെ 4 ഘട്ടങ്ങൾ പ്രകൃതിക്ക് അനുസൃതമായാണ് ഉള്ളത്. പ്രകൃതിയോട് ഇണങ്ങി വേണം നാം ജീവിക്കേണ്ടതെന്നും മാർ ജോർജ് ആലഞ്ചേരി പറഞ്ഞു. ലഹരിയുടെ ഉപയോഗത്തിൽ ലോകം മയങ്ങി വീണിരിക്കുകയാണ്. താൽക്കാലികമായ ഉന്മേഷവും ഉന്മാദവും ഒക്കെ ലഹരിയിൽ നിന്ന് ലഭിക്കും. എന്നാൽ മനുഷ്യന്റെ സർവനാശത്തിന് ലഹരി കാരണമാകും. ഇക്കാര്യം കുറെയൊക്കെ പൊതുസമൂഹം തിരിച്ചറിഞ്ഞു കഴിഞ്ഞുവെന്നും മാർ ജോർജ് ആലഞ്ചേരി വ്യക്തമാക്കി. ശരീരത്തിനും അവന്റെ മനസ്സിനും പെട്ടെന്നുണ്ടാകുന്ന ഒരു ആവേശം ലഭിക്കുന്നതിന് വേണ്ടി, ഒരു ഉന്മാദം ലഭിക്കുന്നതിന് വേണ്ടി, അവന്റെ യഥാർത്ഥ ജീവിതത്തിൽ നിന്ന് മറ്റൊരു ജീവിതത്തിലേക്ക് ഉയരുന്നതിന് വേണ്ടി. പക്ഷെ അവന്റെ തന്നെ നാശത്തിന് കുഴിക്കുകയാണെന്ന് അവൻ അറിയുന്നില്ല. ഏതായാലും നമ്മുടെ സമൂഹം ഇപ്പോൾ വളർന്നിട്ടുണ്ട്. അതിനെതിരായിട്ടുള്ള വലിയ പ്രിയമുള്ളവരെ, പ്രകൃതിക്കനുസരിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കും. കർത്താവ് ഈ പെസഹ വ്യാഴാഴ്ച 2 അനുഭവങ്ങളാണ് നമുക്ക് നൽകുന്നത്. ഒന്ന്, തൻ്റെ ശരീരരക്തങ്ങളുടെ അനുഭവം. ഈ ശരീരരക്തങ്ങളുടെ അനുഭവം ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടാണ് അവിടുന്ന് വിശുദ്ധ കുർബാന സ്ഥാപിച്ചിട്ട് അതിൻ്റെ ശുശ്രൂഷകരായിട്ട് അപ്പസ്തലന്മാരോട് പറയുന്നത്, ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയായി ചെയ്യും. കാൽകഴുകൽ ശുശ്രൂഷയ്ക്കും അദ്ദേഹം നേതൃത്വം നൽകി. പെസഹ ദിന പ്രത്യേക പ്രാർത്ഥനയിലും ചടങ്ങുകളിലും ഇടവകയിലെ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. കട്ടപ്പന വെള്ളയാങ്കുടി സെന്റ് ജോർജ് ഫൊറോന ദേവാലയത്തിൽ പെസഹായുടെ ഭാഗമായി കാൽകഴുകൽ ശുശ്രൂഷ നടന്നു. ഇടവക വികാരി ഫാദർ തോമസ് മണിയാട്ട് മുഖ്യ കാർമ്മികനായിരുന്നു. 100 വിശ്വാസികൾ ചടങ്ങിൽ പങ്കെടുത്തു. യേശുദേവൻ കുരിശുമരണത്തിന് മുമ്പ് 12 ശിഷ്യന്മാർക്കുമൊപ്പം നടത്തിയ അവസാന അത്താഴത്തിന്റെ സ്മരണയ്ക്കായിട്ടാണ് പെസഹ വ്യാഴം ആചരിക്കുന്നത്. വെള്ളയാങ്കുടി സെന്റ് ജോർജ് ഫൊറോന ദേവാലയത്തിൽ രാവിലെ 6:30 കാൽകഴുകൽ ശുശ്രൂഷ ആരംഭിച്ചു.
അന്ത്യ അത്താഴത്തിന് മുമ്പ് യേശു ശിഷ്യന്മാരുടെ പാദം കഴുകിയതിന്റെ ഓർമ്മയ്ക്കായാണ് കാൽകഴുകൽ ശുശ്രൂഷ നടന്നത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ നവീകരണ ജോലികൾ പുരോഗമിക്കുന്നു. പാതയുടെ വീതി വർദ്ധിപ്പിക്കുന്ന മൺജോലികളാണിപ്പോൾ നടന്നുവരുന്നത്. ദേശീയപാത മുഖം മിനുക്കുന്നതോടെ അടിമാലിയുടെയും മൂന്നാറിന്റെയും വാണിജ്യ മേഖലയ്ക്കും വിനോദസഞ്ചാര മേഖലയ്ക്കും കരുത്താകുമെന്നാണ് പ്രതീക്ഷ. അതേസമയം വീതി വർദ്ധിപ്പിക്കുന്നുവെങ്കിലും കൊടും വളവുകൾ നിവർത്തുന്നില്ലെന്ന പരാതിയും റോഡ് നിർമ്മാണം സംബന്ധിച്ച് ഉയരുന്നുണ്ട്. ഏറെ പ്രതീക്ഷയോടെയാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ വികസന പ്രവർത്തനങ്ങളെ ഹൈറേഞ്ച് മേഖല നോക്കിക്കാണുന്നത്. പാതയുടെ നവീകരണ ജോലികൾ അതിവേഗം പുരോഗമിക്കുകയാണ്. മണ്ണ് നീക്കിയും സംരക്ഷണ ഭിത്തികൾ തീർത്തും പാതയുടെ വീതി വർദ്ധിപ്പിക്കുന്ന മൺജോലികളാണിപ്പോൾ നടന്നു വരുന്നത്. ഓടകളുടെ നിർമ്മാണവും നടക്കുന്നു. കൊച്ചി മുതൽ മൂന്നാർ വരെ 125 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 910 കോടി രൂപയ്ക്കാണ് പദ്ധതിയുടെ കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. പദ്ധതിയുടെ 110 കിലോമീറ്റർ ദൂരവും വീതി കൂട്ടി നവീകരിക്കാൻ ലക്ഷ്യമിടുന്നു. പാത മുഖം മിനുക്കുന്നതോടെ അടിമാലിയുടെയും മൂന്നാറിന്റെയും വാണിജ്യ മേഖലയ്ക്കും വിനോദസഞ്ചാര മേഖലയ്ക്കും കരുത്താകും. അതേസമയം പാതയുടെ വീതി വർദ്ധിപ്പിക്കുന്നുവെങ്കിലും കൊടും വളവുകൾ നിവർത്തുന്നില്ലെന്ന പരാതിയും റോഡ് നിർമ്മാണം സംബന്ധിച്ച് ഉയരുന്നുണ്ട്. പണികൾ കഴിഞ്ഞു പോയ കോൺട്രാക്ടർ ഉത്തരവാദിത്വമൊന്നും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരെ വേണ്ട രീതിയിൽ അലൈൻമെന്റ് എടുത്തു കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ സങ്കടകരമായ അവസ്ഥ. വഴിപണി കഴിയുമ്പോൾ അപകടങ്ങൾ തുടർക്കഥയായി മാറുന്ന നമ്മുടെ പ്രദേശങ്ങളിൽ വനമേഖലയിൽ വീതി കൂട്ടുന്ന കാര്യത്തിന് യാതൊരു വിധ പുരോഗതി ഉണ്ടായിട്ടില്ല. പഴയ റോഡിനേക്കാൾ വീതി കുറച്ചാണ് ഇപ്പോൾ നമ്മുടെ റോഡ് പല സ്ഥലത്തും പണി കുറഞ്ഞു പോകുന്നത്. പഴയ തിട്ടുകളൊക്കെ അങ്ങനെ തന്നെ നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതുകൊണ്ടും ഞങ്ങൾക്ക് ഒരു നിരാശയുടെ ഭാഗത്തിലേക്ക് ഇടുക്കിയിലെ ജനങ്ങൾ മാറുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. വേണ്ട അധികാരികൾ ഇടപെട്ട് പുതിയ അലൈൻമെൻറ്റുകളൊന്ന് വളവുകൾ നിർത്തി കൊടുക്കേണ്ടതും വീതി കൂട്ടേണ്ട സ്ഥലങ്ങളിലൊക്കെ വീതി കൂട്ടി കുറച്ചുകൂടെ ഈ നാട്ടിലെ ആളുകൾക്ക് ഗുണകരമായ രീതിയിൽ വഴി പണിയണമെന്ന് ഞങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ട്. അത് എല്ലാവരും അതിനുവേണ്ടി പ്രവർത്തിക്കണമെന്ന് അതിന് മുൻകൈയിട്ട് ഇറങ്ങണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുക. നേര്യമംഗലത്ത് പുതിയ പാലവും പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്നുണ്ട്. ഇതിന്റെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. 5 സ്പാനുകളിലായി 42.80 മീറ്റർ നീളത്തിൽ 13 മീറ്റർ വീതിയിലുമാണ് പുതിയ പാലത്തിന്റെ നിർമ്മാണം. നിലവിൽ നേര്യമംഗലം മുതൽ മൂന്നാർ വരെയുള്ള പാതയുടെ വീതിക്കുറവ് തിരക്കേറുന്ന സമയങ്ങളിൽ ഗതാഗത കുരുക്കിനും അപകടങ്ങൾക്കും ഇടവരുത്താറുണ്ട്. പാതയുടെ നവീകരണം സാധ്യമാകുന്നതോടെ ഗതാഗത കുരുക്കിന് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ. ജില്ലാ വിനോദസഞ്ചാര വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന 4ാമത് മൂന്നാർ പുഷ്പമേള മെയ് 1 മുതൽ 10 വരെ നടക്കും. ദേവികുളം റോഡിലുള്ള വിനോദസഞ്ചാര വകുപ്പിന്റെ ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് പുഷ്പമേള നടത്തുന്നത്. മൂന്നാറിന്റെ തനത് പൂക്കൾക്കൊപ്പം വിദേശ ഇനങ്ങൾ ഉൾപ്പെടെ പുതിയ 400-ലധികം തരത്തിലുള്ള പൂക്കളും ചെടികളുമാണ് മേളയുടെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത്. തെക്കിന്റെ കാശ്മീർ കാണാൻ എത്തുന്നവരെ കാത്തു പൂക്കളുടെ വർണ്ണ കാഴ്ചകളും ഒരുങ്ങുകയാണ്. DTPCക്ക് കീഴിലുള്ള മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡനിൽ മെയ് 1 മുതൽ 10 വരെയാണ് പുഷ്പമേള നടക്കുന്നത്. മൂന്നാറിന്റെ തനത് പൂക്കൾക്കൊപ്പം വിദേശി ഇനങ്ങൾ ഉൾപ്പെടെ പുതിയ 400-ലധികം തരത്തിലുള്ള പൂക്കളും ചെടികളുമാണ് മേളയുടെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള അസീലിയ, റോസ്, ഓർക്കിഡ്, ആന്തൂറിയം എന്നിവ ഇത്തവണത്തെ മേളയുടെ പ്രത്യേകതയാണ്. അവധിക്കാലത്ത് മൂന്നാറിലേക്ക് കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുഷ്പമേള സംഘടിപ്പിക്കുന്നതെന്ന് അഡ്വക്കേറ്റ് A. രാജ MLA പറഞ്ഞു. തുടർച്ചയായി 4ാം വർഷമാണ് മെയ് മാസം 1-ാം തീയതി ആരംഭിച്ച് മെയ് മാസം 10-ാം തീയതി അവസാനിക്കുന്ന രീതിയിലാണ് ഫ്ലവർ ഷോ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇത്തവണ 400 പുതിയ ഇനങ്ങൾ പൂക്കളുടെ വെറൈറ്റി ഇതിൻ്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. 100ഓളം വിദേശത്തു നിന്ന് കൊണ്ടുവന്ന പുതിയ പൂക്കളാണ് ഈ ഫ്ലവർ ഷോയുടെ ഭാഗമായി നമ്മൾ ഒരുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം വൈകുന്നേരങ്ങളിൽ കലാപരിപാടികൾ ഉണ്ടാകും. 10 ദിവസവും വ്യത്യസ്തമായിട്ടുള്ള കലാപരിപാടികൾ നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതേപോലെ കൂടുതൽ ലൈറ്റിംഗ് സിസ്റ്റം ഇതിൻ്റെ ഭാഗമാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. 1,00,000-ലധികം ചെടികളാണ് ബൊട്ടാണിക്കൽ ഗാർഡനിലുള്ളത്. എല്ലാ ദിവസവും വൈകിട്ട് 6 മുതൽ 9 വരെ വ്യത്യസ്തങ്ങളായ കലാപരിപാടികളും ഉണ്ടായിരിക്കും. മിനി റിവർ സൈഡ് ബീച്ച്, മ്യൂസിക്കൽ ഫൗണ്ടൻ, സെൽഫി പോയിന്റ്, വിവിധതരം സ്റ്റാളുകൾ, ഭക്ഷണശാലകൾ, അലങ്കാര ദീപങ്ങൾ എന്നിവയും പുഷ്പമേളയുടെ ഭാഗമായി ക്രമീകരിക്കും. മുതിർന്നവർക്ക് 100 രൂപയും കുട്ടികൾക്ക് 50 രൂപയുമാണ് പ്രവേശന നിരക്ക്. രാവിലെ 9 മുതൽ രാത്രി 9 വരെയാണ് പ്രദർശനം.
പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഷീ ലോഡ്ജിന്റെ നിർമ്മാണ ജോലികൾ അവസാന ഘട്ടത്തിലെത്തി. ബഹുവർഷ പദ്ധതിയായി 1.25 കോടിയോളം രൂപ വകയിരുത്തിയാണ് പഞ്ചായത്ത് പദ്ധതി നടപ്പിലാക്കുന്നത്. 7 മുറികളും ഡോർമെറ്ററിയും അടങ്ങുന്നതാണ് ഷീ ലോഡ്ജ്. ഷീ ലോഡ്ജ് പദ്ധതി മൂന്നാറിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കൂടുതൽ കരുത്തു പകരുമെന്നാണ് പ്രതീക്ഷ. മൂന്നാറിലേക്ക് എത്തുന്ന വനിതകളായ വിനോദസഞ്ചാരികൾക്ക് സുരക്ഷിത താമസത്തിന് അവസരമൊരുക്കാൻ ലക്ഷ്യമിട്ടാണ് പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് ഷീ ലോഡ്ജ് നിർമ്മിക്കുന്നത്. 2ാം മൈലിലാണ് ഷീ ലോഡ്ജിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. നിർമ്മാണ ജോലികൾ ഏറെക്കുറെ അവസാന ഘട്ടത്തിലെത്തിക്കഴിഞ്ഞു. വനിതകൾക്ക് സുരക്ഷിത താമസത്തിന് അവസരമൊരുക്കുകയെന്നതിനൊപ്പം തദ്ദേശീയരായ വനിതകൾക്ക് തൊഴിൽ അവസരം സൃഷ്ടിക്കുകയെന്ന ലക്ഷ്യവും കൂടി പദ്ധതിക്കുണ്ട്. 7 മുറികളും ഡോർമെറ്ററിയും അടങ്ങുന്നതാണ് ഷീ ലോഡ്ജ്. ഏറെ വൈകാതെ പദ്ധതിയുടെ നിർമ്മാണ പൂർത്തീകരണം സാധ്യമാകുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VG പ്രതീഷ് കുമാർ പറഞ്ഞു. ആ ഷീ ലോഡ്ജിന്റെ നിർമ്മാണ പ്രവർത്തനം ഏതാണ്ട് പൂർത്തീകരണത്തോടടുക്കുകയാണ്. 7 ബെഡ്റൂം, 16 പേർക്ക് താമസിക്കാവുന്ന ഡോർമെറ്ററി സൗകര്യം, അങ്ങനെ എല്ലാവിധ ആധുനിക കാലത്തെ റിസോർട്ടുകൾക്ക് സമാനമായ നിലയിൽ തന്നെയാണ് ഷീ ലോഡ്ജും പൂർത്തീകരിക്കുന്നത്. നിലവിൽ ഏതാണ്ട് 1.25 കോടി രൂപയോളം അതിൻ്റെ നിർമ്മാണത്തിന് ചിലവാകും. മെയ് മാസത്തിൽ തന്നെ അത് പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത്. ഷീ ലോഡ്ജ് പദ്ധതി മൂന്നാറിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കൂടുതൽ കരുത്ത് പകരുമെന്നാണ് പ്രതീക്ഷ. 2022-23 വർഷത്തിലായിരുന്നു പള്ളിവാസൽ പഞ്ചായത്ത് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ഡോർമെറ്ററിയിൽ മാത്രം 30-ലധികം ആളുകൾക്ക് താമസ സൗകര്യം ഒരുക്കും. ഷൈൻ ടോം ചാക്കോയുടെ ഓട്ടത്തിന് പിന്നാലെ ശ്രീനാഥ് ഭാസിയെയും വിട്ടിലാക്കി തൊടുപുഴ സ്വദേശിയായ നിർമ്മാതാവിന്റെ വെളിപ്പെടുത്തൽ. നമുക്ക് കോടതിയിൽ കാണാം. സിനിമയുടെ നിർമ്മാതാവ് ഹസീബ് മലബാറിൻ്റെതാണ് വെളിപ്പെടുത്തൽ. സോഷ്യൽ മീഡിയ കുറിപ്പിലൂടെയാണ് നിർമ്മാതാവ് ആരോപണം ഉന്നയിച്ചത്. കാരവാന് ലഹരി പിടിക്കാൻ കഴിവുണ്ടായിരുന്നുവെങ്കിൽ കേരളത്തിൽ ഏറ്റവും അപകടമുണ്ടാക്കുന്ന വണ്ടി ശ്രീനാഥ് ഭാസിയുടേതാകുമെന്നാണ് നമുക്ക് കോടതിയിൽ കാണാം സിനിമയുടെ നിർമ്മാതാവായ ഹസീബ് മലബാറിന്റെ വെളിപ്പെടുത്തൽ. ശ്രീനാഥിനെ കൊണ്ട് മടുത്തെന്നും നിർമ്മാതാവ് പറയുന്നു. പുലർച്ചെ വിളിച്ച് കഞ്ചാവ് ആവശ്യപ്പെട്ടുവെന്നും നിർമ്മാതാവ് കൂട്ടിച്ചേർത്തു. ലഹരി നൽകാത്തതിന് 58 ദിവസം സെറ്റിൽ നടൻ എത്തിയില്ല. ഡബ്ബിങ്ങുമായും സഹകരിച്ചില്ലെന്നും നിർമ്മാതാവ് പറയുന്നു. നടൻ സ്ഥിരമായി വരാത്തതിനാൽ ഷൂട്ടിങ്ങും ഡബ്ബിങ്ങുമെല്ലാം നീണ്ടുപോയെന്നും നിർമ്മാതാവ് കൂട്ടിച്ചേർത്തു. ശ്രീനാഥ് ഭാസി മുമ്പും ലഹരി വിവാദത്തിൽ കുടുങ്ങിയിരുന്നു. ഹൈബ്രിഡ് കഞ്ചാവുമായി കുടുങ്ങിയ തസ്ലീമയുടെ ഇടപാടുകാരുടെ കൂട്ടത്തിലും നടനുണ്ട്. ഇതിനിടെയാണ് പുതിയ വെളിപ്പെടുത്തലുണ്ടാകുന്നത്. ഈരാറ്റുപേട്ട വാഗമൺ റോഡിൽ വേലത്തുശ്ശേരിക്ക് സമീപം വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച ട്രാവലർ അപകടത്തിൽപ്പെട്ട് ഒരാൾ മരിച്ചു. കുമരകം കമ്പിച്ചിറയിൽ ധന്യയാണ് മരിച്ചത്. ബുധനാഴ്ച വൈകുന്നേരം കുമരകത്ത് നിന്ന് വാഗമണിലെത്തിയ 12 പേരടങ്ങുന്ന സംഘം ഉച്ചയ്ക്ക് ശേഷം തിരിച്ചു പോകുമ്പോഴാണ് അപകടത്തിൽപ്പെട്ടത്. 12 പേരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. ഇതിൽ 6 പേർക്ക് പരിക്കുണ്ട്. പരിക്കേറ്റവരെ ഈരാറ്റുപേട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. വണ്ടൻമേട് മാലിയിൽ സ്വകാര്യ വ്യക്തിയുടെ ഏലത്തോട്ടത്തിൽ തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി. മാലി സ്വദേശി സുരേഷാണ് മരിച്ചത്. വണ്ടൻമേട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഇയാളെ ജോലിക്കിടെ ഉച്ചയ്ക്ക് 12 മണിയോടെ ഭക്ഷണം കഴിക്കാനായി പോയ ശേഷം കാണാതായതിനെ തുടർന്ന് തിരച്ചിൽ നടത്തിയപ്പോഴാണ് കുളത്തിൽ വീണ നിലയിൽ കണ്ടെത്തിയത്. പെസഹ ദിനത്തിൽ വൈദ്യുതി വിച്ഛേദിച്ചതിനെതിരെ കട്ടപ്പനയിലെ KSEB ഓഫീസ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉപരോധിച്ചു. വേണ്ട വിധത്തിലുള്ള മുന്നറിയിപ്പ് നൽകാതെയാണ് ഉദ്യോഗസ്ഥർ കട്ടപ്പന സബ്സ്റ്റേഷൻ പരിധിയിലുള്ള വൈദ്യുതി വിച്ഛേദിച്ചതെന്നാണ് ആരോപണം. ഇതോടെ നിരവധി ആളുകളാണ് ബുദ്ധിമുട്ടിലായത്. രാവിലെ 9 മണിയോടെയാണ് കട്ടപ്പന സബ്സ്റ്റേഷന്റെ കീഴിലെ വിവിധ മേഖലകളിൽ വൈദ്യുതി വിച്ഛേദിച്ചത്. ഉപഭോക്താക്കളുടെ മൊബൈൽ ഫോണുകളിലേക്ക് 8:45 വൈദ്യുതി തടസ്സപ്പെടുന്നതുമായി ബന്ധപ്പെട്ട മെസ്സേജുകൾ വന്നു. തുടർന്ന് നഗരത്തിന്റെ ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ വൈദ്യുതി മുടങ്ങി. ഇതോടെ വിവിധ മേഖലകളിൽ നിന്ന് പ്രതിഷേധവും ശക്തമായി. KSEB ഉദ്യോഗസ്ഥരുടെ ഈ നിലപാടിനെതിരെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉപരോധം സംഘടിപ്പിച്ചത്. പെസഹ ദിനത്തിൽ വൈദ്യുതി വിച്ഛേദിച്ച KSEBയുടെ നടപടി നിഷേധാത്മകമാണെന്ന് നേതാക്കൾ ആരോപിച്ചു. മതേതര സ്വഭാവത്തിൽ ജീവിക്കുന്ന കട്ടപ്പനയിലെയും ഹൈറേഞ്ചിലെയും കേരളത്തിലെ ജനങ്ങൾ വളരെ ആചാരപൂർവ്വം അനുഷ്ഠിക്കുന്ന ഒരു ദിവസമാണ് പെസഹ എന്ന് പറയുന്നത്. പെസഹ ഭക്ഷണം ഒരുക്കുക എന്ന് പറയുന്നത് ഒരു ക്രിസ്തീയ ഭവനത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ മഹനീയ ദിനത്തിൽ വൈദ്യുതി വിച്ഛേദിച്ചുകൊണ്ട് വളരെ നിഷേധാത്മകമായ ഒരു സമീപനം കട്ടപ്പനയിലെ KSEB ബോർഡ് കാണിച്ചിരിക്കുകയാണ്. സമരത്തിനിടെ നാട്ടുകാരും വിവരം തിരക്കാൻ KSEB ഓഫീസിലെത്തി. വീടുകളിലെ ആവശ്യങ്ങളടക്കം മുടങ്ങിയതായി ഇവർ പറഞ്ഞു. ഇന്ന് നല്ല പെസഹ ദിവസമാണ്. പെസഹ ആചരിക്കുന്ന ദിവസം എല്ലാവരും ക്രിസ്ത്യാനികളിലായിരിക്കുന്ന എല്ലാവരും ഒത്തൊരുമിച്ച് സഹകരിക്കുന്ന ദിവസങ്ങളാണ്. ആ ദിവസങ്ങളിൽ കുടിവെള്ളം പോലും അടിക്കാൻ മാർഗ്ഗമില്ല. 8:45 ഒരു മെസ്സേജ് വിട്ടേക്കുക കറണ്ട് കട്ടാന്ന് പറഞ്ഞ് 5 മണിക്ക് ഓണാക്കുള്ളൂ. ഇതൊക്കെ എന്നാ നിയമമാണ്? എവിടുത്തെ നിയമമാണ് അത്? അത് ഇങ്ങനെയുള്ള ദിവസങ്ങളിലാണ് കറണ്ട് കെട്ട് വെക്കേണ്ടത്. പെസഹ ദിനത്തിൽ
വിഭവങ്ങൾ ഉണ്ടാക്കുന്നതിനായി ക്രൈസ്തവ കുടുംബങ്ങൾ ഒരുക്കങ്ങൾ നടത്തുന്നതിനിടയിലാണ് വൈദ്യുതി മുടങ്ങിയത്. ഇതോടെ വലിയ പ്രതിസന്ധിയാണ് ഉണ്ടായത്. കൂടാതെ മില്ലുകളുടെ പ്രവർത്തനത്തെയും വൈദ്യുതി മുടക്കം പ്രതികൂലമായി ബാധിച്ചു. വിവിധ കുടിവെള്ള പദ്ധതികളുടെ പ്രവർത്തനവും അവതാളത്തിലായി. ഉപരോധ സമരത്തിനിടെ KECB ജീവനക്കാരെയടക്കം പ്രവർത്തകർ തടഞ്ഞുവെച്ചു. ഇതോടെ കട്ടപ്പന പോലീസും സ്ഥലത്തെത്തി. അതേസമയം കഴിഞ്ഞ ദിവസത്തെ വേനൽമഴയിൽ കട്ടപ്പന സബ്സ്റ്റേഷനിൽ ഉണ്ടായ തകരാറാണ് വൈദ്യുതി മുടക്കത്തിന് കാരണമായതെന്നാണ് അധികൃതരുടെ വിശദീകരണം. ഡിവൈഎഫ്ഐ കട്ടപ്പനയിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി. അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് മുഖ്യമന്ത്രിക്കെതിരെ ഗൂഢാലോചന നടത്തുന്ന BJPയുടെയും കോൺഗ്രസിന്റെയും നയങ്ങൾക്കെതിരെയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ജില്ലാ പ്രസിഡന്റ് S. സുധീഷ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായാണ് ഏജൻസികൾ മുഖ്യമന്ത്രിക്കെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നതെന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തി. വിവിധ കോടതികൾ തള്ളിക്കളഞ്ഞ കേസിൽ വീണ വിജയനെ പ്രതിയാക്കിയതിന്റെ പേരിൽ മുഖ്യമന്ത്രി അപമാനിക്കാൻ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും സമരനാടകങ്ങൾ സംഘടിപ്പിക്കുന്നു. എന്നാൽ നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും പ്രതികളാക്കി ED കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ രാഷ്ട്രീയ പ്രേരിതമെന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പാണെന്നും നേതാക്കൾ പറഞ്ഞു. യാതൊരു അടിസ്ഥാനവുമില്ലാതെ, യാതൊരു തെളിവുമില്ലാതെ ഇല്ലാ കഥകൾ മെനഞ്ഞുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ അടക്കം അല്ലെങ്കിൽ പ്രതിപക്ഷത്തിനെതിരെ അടക്കം കേസുകൾ എടുക്കുമ്പോൾ അത് BJP എടുത്ത കേസ് ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് തെരുവിൽ മുഖ്യമന്ത്രി അടക്കം അപമാനിക്കുന്ന രൂപത്തിൽ സമരം സംഘടിപ്പിക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പാണ് കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും ഉള്ളത്. അതിനെതിരായി അതിശക്തമായ പ്രതിരോധം ഉയർന്നു വരേണ്ടതുണ്ട്. ഇന്ന് ഈ പ്രതിഷേധം സംഘടിപ്പിക്കുമ്പോൾ ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിക്കെതിരെയും ഒപ്പം സോണിയാഗാന്ധിക്കെതിരെയും സോണിയാഗാന്ധി ഒന്നാം പ്രതിയായിക്കൊണ്ടും രാഹുൽ ഗാന്ധി രണ്ടാം പ്രതിയായിക്കൊണ്ടും കോൺഗ്രസിന്റെ മറ്റു നേതാക്കന്മാരെ അടക്കം പ്രതിയാക്കിക്കൊണ്ട് നാഷണൽ ഹെറാൾഡ് എന്ന് പറയുന്ന ഒരു പത്രം 1938 ജവഹർലാൽ നെഹ്റു സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ഭാഗമായി കോൺഗ്രസ് നേതാക്കളുടെ മുഖംമൂടി ധരിച്ച് കുന്തളംപാറ റോഡിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി പഴയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഫൈസൽ ജാഫർ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ ജോബി വർഗീസ്, നിയാസ് അബു, ഫ്രെഡി മാത്യു, ബിബിൻ ബാബു, ബിനീഷ് വിനോദ്, S. കണ്ണൻ എന്നിവർ സംസാരിച്ചു. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി എന്നിവർക്കെതിരെയുള്ള ED നടപടിയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ കട്ടപ്പനയിൽ പ്രകടനം നടത്തി. AICC അംഗം അഡ്വക്കേറ്റ് EM ആഗസ്തി പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി എന്നിവരെ പ്രതികളാക്കി കുറ്റപത്രം സമർപ്പിച്ച EDയുടെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് പ്രവർത്തകർ കട്ടപ്പനയിൽ പ്രകടനം നടത്തിയത്. രാജീവ് ഭവനിൽ നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി ഗാന്ധി സ്ക്വയറിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ സംഗമം AICC അംഗം അഡ്വക്കേറ്റ് EM ആഗസ്തി ഉദ്ഘാടനം ചെയ്തു. സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും പോലുള്ള കോൺഗ്രസിന്റെ പ്രധാന നേതാക്കളെ രാഷ്ട്രീയ പ്രേരിതമായി കുറ്റപത്രത്തിൽ ചേർത്തത് മോദി സർക്കാരിന്റെ ക്രൂരമായ ഫാസിസ്റ്റ് നടപടിയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിയായ രാജീവ് ഗാന്ധിയുടെ വിധവയും അകാലത്തിൽ അച്ഛനെ നഷ്ടപ്പെട്ടു പോയ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിയും രാജീവ് ഗാന്ധിയുടെ പുത്രൻ രാഹുൽ ഗാന്ധിയും ഇന്ത്യ മഹാരാജ്യത്തെ രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ സാഹചര്യം മൂലം രാഷ്ട്രീയത്തിലേക്ക് വന്ന നേതാക്കന്മാരാണ് എന്ന കാര്യം എല്ലാവർക്കും അറിവുള്ളതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ തകർത്തുകൊണ്ട് രാജ്യത്തെ വർഗീയവാദികൾ നീരാളിപ്പിടുത്തത്തിൽ അമരാൻ ശ്രമിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം നേതൃത്വ ശ്രീമതി സോണിയാഗാന്ധിയും രാജ്യത്തെ നയിക്കാൻ രാജ്യമെമ്പാടുമുള്ള ജനങ്ങളുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വവും ഇന്ത്യയുടെ പ്രതിപക്ഷ നേതൃപദവിയും ഏറ്റെടുത്ത ശ്രീ രാഹുൽ ഗാന്ധിയും ലോകമെമ്പാടുമുള്ള ദേശാഭിമാനികളുടെ ഭാരതീയരുടെ അഭിമാനത്തിന് പ്രതീകമാണ് എന്ന കാര്യം എല്ലാവർക്കും അറിവുള്ളതാണ്. അവർക്കെതിരെയാണ് വിഷലിപ്തമായ ആരോപണവുമായി മോഡി ഭരണകൂടം തിരിഞ്ഞിരിക്കുന്നത്. കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുള്ള രാഷ്ട്രീയ വേട്ടയുടെ തുടർച്ചയാണ് ED ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്ന കുറ്റപത്രം. കോൺഗ്രസ് പാർട്ടി ഇതിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും നേതാക്കൾ പറഞ്ഞു. മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമുട്ടിൽ അധ്യക്ഷനായിരുന്നു. DCC വൈസ് പ്രസിഡന്റ് ജോർജ് ജോസഫ് പടവൻ മുഖ്യപ്രഭാഷണം നടത്തി. DCC സെക്രട്ടറി PR അയ്യപ്പൻ, ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ, ഷാജി വെള്ളമാക്കൽ, AM സന്തോഷ്, രാജൻ കാരാച്ചുറ, KS സജീവ്, റോബി വേഴമ്പത്തോട്ടം തുടങ്ങിയവർ പങ്കെടുത്തു. പ്രഖ്യാപനങ്ങളിൽ മാത്രം റോഡ് നവീകരണം ഒതുങ്ങിയതോടെ പ്രത്യക്ഷ സമരത്തിനൊരുങ്ങി പീരുമേട് പാമ്പനാർ നിവാസികൾ. കരടിക്കുഴി, കുരിശുമൊട്ട, ചന്ദ്രവനം മേഖലയിലുള്ള ആളുകളാണ് വർഷങ്ങളായി തങ്ങൾ അനുഭവിക്കുന്ന ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണാത്തതിനാൽ പ്രതിസന്ധിയിലായിരിക്കുന്നത്. വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടക്കം ബഹിഷ്കരിക്കാനാണ് പ്രദേശവാസികളുടെ തീരുമാനം.
പീരുമേട് പഞ്ചായത്തിന്റെ 7-ാം വാർഡ് കുരിശുമുട്ടയിൽ നിന്നും ആരംഭിച്ച വണ്ടിപ്പെരിയാർ പഞ്ചായത്തുമായി ബന്ധിപ്പിക്കുന്ന റോഡാണ് കുരിശുമുട്ട ചന്ദ്രവനം പെരിയാർ റോഡ്. കഴിഞ്ഞ 35 വർഷക്കാലമായി ഈ പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങളുടെ നിരന്തര ആവശ്യമാണ് റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നത്. എന്നാൽ നാളിതുവരെയായി ജനങ്ങളുടെ ആവശ്യം അധികൃതർ മുഖവിലക്കെടുത്തിട്ടില്ല. 50ഓളം വരുന്ന കുടുംബങ്ങളും വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ SC കോളനിയായ പ്രിയദർശിനി കോളനിയുമാണ് ഈ പ്രദേശത്തുള്ളത്. പീരുമേട് വണ്ടിപ്പെരിയാർ പഞ്ചായത്തുകളുടെ അതിർത്തി പങ്കിടുന്ന പ്രദേശമായതിനാൽ തന്നെ ഈ റോഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ 2 പഞ്ചായത്തുകളുടെ ഭാഗത്തു നിന്നും തർക്കങ്ങൾ മാത്രമാണ് ഉണ്ടാകാറുള്ളതെന്നും നാട്ടുകാർ പറയുന്നു. ഞങ്ങളുടെ ഈ റോഡ് വളരെ മോശമായിട്ട് കിടക്കുന്നത് കൊണ്ട് രാവിലെ കുട്ടികളെ കൊണ്ട് ഞാൻ 7:30 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതാണ്. അപ്പോൾ 7:30 പിള്ളേർക്ക് വണ്ടി വരുമ്പോൾ 7 മണിയെങ്കിലും ആകുമ്പോൾ എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം. ഇറങ്ങുമ്പോഴത്തേനും ഇവിടെ വരുമ്പോഴത്തേനും ചിലപ്പോൾ പിള്ളേർക്ക് വണ്ടി പോകും. വണ്ടി പോയി കഴിഞ്ഞാൽ പിന്നെ ഓട്ടോ വിളിച്ചാൽ പോലും വരത്തില്ലാത്ത അവസ്ഥയാണ് ഇവിടെ. അങ്ങനെ ആകുമ്പോഴത്തേനും എനിക്ക് 8 മണിയാകുമ്പോൾ പണിസ്ഥലത്തും ചെല്ലണം. പിന്നെ ആശുപത്രിയിലൊക്കെ പോകാനാണെങ്കിൽ പോലും ഒരു വണ്ടി പോലും വിളിച്ചാൽ ഇവിടെ വരാനൊരു നിവൃത്തിയില്ല. 300 രൂപ മുടക്കി ഞങ്ങൾ ഇവിടെ ഇറങ്ങി വന്നാൽ ഞങ്ങൾക്കൊരു 2000 രൂപ ചിലവാകുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇവിടെ പിള്ളേരെ ചുമന്ന് ഇവിടെ മേളിൽ കയറി വന്നാലേ ഞങ്ങൾക്കൊരു വണ്ടി പോലും ഇവിടെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ഈ റോഡിന് ഒരു ഫണ്ട് അനുവദിച്ച് തരണം. പല പ്രാവശ്യം ഫണ്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പോലും ഒരു തീരുമാനമായിട്ടില്ല. ഈ പിള്ളേരൊക്കെ പല പ്രാവശ്യം ഈ വഴിയിൽ ഉരുണ്ടു വീണിട്ടുണ്ട്. മൃഗങ്ങളുടെ ശല്യവും ഭയങ്കരമാണ് ഇവിടെ. റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം ടാക്സി വാഹനങ്ങൾ പോലും ഇവിടേക്ക് എത്താറില്ല. രോഗികളെ ആശുപത്രിയിൽ എത്തിക്കാൻ പോലും ഇവർ ഏറെ പണിപ്പെടുകയാണ്. ഈ റോഡിന്റെ ദുരവസ്ഥ മൂലം കഴിഞ്ഞ നാളുകളിൽ ഇവിടെ 4 ജീവനുകൾ പൊലിഞ്ഞതായും നാട്ടുകാർ പറയുന്നു. പരാതി കൊടുത്ത് മടുത്തു. ഒരുപാട് സ്ഥലങ്ങളിൽ പരാതിയായിട്ട് ചെന്നിട്ടുണ്ട്. അവിടെയെല്ലാം നോക്കാം എന്ന് പറയുന്നതല്ലാതെ ഇതുവരെയായിട്ടും ഇതിനൊരു തീരുമാനങ്ങൾ ഉണ്ടായിട്ടില്ല. ഇവിടെയുള്ള കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ സ്കൂളിൽ പോകണമെങ്കിൽ കിലോമീറ്ററുകൾ നടന്ന് ചെന്നിട്ട് വേണം സ്കൂൾ ബസ്സിലൊക്കെ കയറ്റി വിടാനായിട്ട്. അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ തന്നെ ഇവിടുന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ ചുമന്ന് കുറേ ദൂരം ഒരു 1.5-2 കിലോമീറ്ററോളം വന്നതിന് ശേഷം മാത്രമേ വാഹനത്തിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. അവിടെ ചെന്ന് കഴിയുമ്പോൾ തന്നെ ചിലപ്പം ജീവൻ നിൽക്കും, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ കുറേ മരണങ്ങൾ ഈ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ജനങ്ങൾ താമസിക്കുന്ന ഈ ഒരു ദേശത്ത് ഇതുവരെയായിട്ടും ഇങ്ങനെയൊരു റോഡ് ഉള്ള കാര്യം പോലും നിലവിലുള്ള ഭരണങ്ങൾക്കോ അല്ലെങ്കിൽ പഞ്ചായത്തിനോ അറിയത്തില്ലാത്തൊരവസ്ഥയാണ്. അവിടെ ചെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേന് അവർ ആദ്യം ചോദിക്കുന്നതാണ് അവിടെ അങ്ങനെ ഒരു റോഡുണ്ടോ എന്ന് തന്നെയാണ് അവർ ചോദിക്കുന്നത്. പല ഘട്ടങ്ങളിലായി വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും റോഡ് നവീകരണത്തിന് ഫണ്ടുകൾ പാസാക്കിയെങ്കിലും യഥാസമയം വിനിയോഗിക്കപ്പെട്ടിട്ടില്ലെന്നാണ് ജനങ്ങളുടെ ആരോപണം. തങ്ങളുടെ ആവശ്യത്തിന് അർഹമായ പരിഗണന നൽകുന്നില്ലെങ്കിൽ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ ബഹിഷ്കരിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. പ്രതിഷേധങ്ങൾക്കൊടുവിൽ മുടങ്ങിക്കിടന്നിരുന്ന മാങ്കുളം പഞ്ചായത്തിലെ പെരുമ്പൻകുത്ത് 6-ാം മൈൽ 50-ാം മൈൽ റോഡ് നിർമ്മാണം പുനരാരംഭിച്ചു. 2018 പ്രളയത്തിൽ തകർന്ന റോഡാണിത്. 3 വർഷം മുമ്പ് റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി 3.7 കോടി രൂപ അനുവദിച്ച് നിർമ്മാണ ജോലികൾ ആരംഭിച്ചെങ്കിലും കരാറുകാരൻ പണികൾ പാതി വഴിയിൽ നിർത്തുകയായിരുന്നു. മാങ്കുളം പഞ്ചായത്തിലെ 2, 3, 4 വാർഡുകളിലായുള്ള 1500ഓളം കുടുംബങ്ങൾ ആശ്രയിക്കുന്ന പെരുമ്പൻകുത്ത് 6-ാം മൈൽ 50-ാം മൈൽ റോഡ് 2018 പ്രളയകാലത്തായിരുന്നു തകർന്നത്. പിന്നീട് റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തിയ റോഡ് നിർമ്മാണത്തിനായി തുക അനുവദിച്ച 2022 മാർച്ച് 26-ന് നിർമ്മാണ ഉദ്ഘാടനവും നടന്നു. 270 ദിവസങ്ങൾക്കുള്ളിൽ നിർമ്മാണ ജോലികൾ പൂർത്തീകരിക്കണമെന്നായിരുന്നു കരാർ. എന്നാൽ നിർമ്മാണ ജോലികൾ ആരംഭിച്ചെങ്കിലും കരാറുകാരൻ പണികൾ പാതി വഴിയിൽ നിർത്തി. ഇതോടെ നാട്ടുകാർ പ്രതിസന്ധിയിലായി. നിർമ്മാണം ആരംഭിച്ച് 3 വർഷം പിന്നിട്ടിട്ടും പണികൾ പൂർത്തീകരിക്കാതെ വന്നതോടെ പ്രതിഷേധവും ഉയർന്നു. പ്രതിഷേധങ്ങൾക്കും മാധ്യമ വാർത്തകൾക്കുമൊടുവിലാണ് മുടങ്ങിക്കിടന്നിരുന്ന റോഡിന്റെ നിർമ്മാണ ജോലികൾ പുനരാരംഭിച്ചത്. മുമ്പ് റോഡിന്റെ മൺജോലികൾ നടത്തുകയും മെറ്റൽ വിരിക്കുകയും ചില കലുങ്കുകളുടെ നിർമ്മാണം നടത്തുകയും ചെയ്തിരുന്നു. ടാറിംഗ് ജോലികളും ഓടകളുടെയും മറ്റും നിർമ്മാണ ജോലികളും ചിലയിടങ്ങളിൽ ടൈൽ വിരിക്കേണ്ട ജോലികളുമാണ് അവശേഷിക്കുന്നത്. പഞ്ചായത്തിലെ ഏക സർക്കാർ വിദ്യാലയമായ ചിക്കണാംകുടി സ്കൂളിലേക്കുള്ള ഏക റോഡ് കൂടിയാണിത്. കാൽനട യാത്ര പോലും ദുസ്സഹമായ റോഡിലൂടെയാണ് നിലവിൽ ആളുകൾ ചികിത്സാ സംബന്ധമായ ആവശ്യങ്ങൾക്കുൾപ്പെടെ പുറം ലോകത്തേക്ക് യാത്ര ചെയ്യുന്നത്. വൈകാതെ റോഡ് നിർമ്മാണം പൂർത്തീകരിക്കപ്പെടുമെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ. കട്ടപ്പന ഇരട്ടയാർ റോഡിൽ വെട്ടിക്കുഴ കവലയ്ക്ക് സമീപം നിൽക്കുന്ന ഉണങ്ങി ദ്രവിച്ച ഈട്ടിമരം അപകട ഭീഷണി സൃഷ്ടിക്കുന്നതായി പരാതി. അടിയന്തരമായി മരം വെട്ടിമാറ്റാൻ നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം.
കട്ടപ്പന നഗരസഭയിൽപ്പെട്ട കല്ലുകുന്ന് വാർഡിൽ വെട്ടിക്കുഴക്കവലിക്ക് സമീപമാണ് 50 അടിയോളം ഉയരമുള്ള ഇട്ടിമരം അപകട ഭീഷണി സൃഷ്ടിക്കുന്നത്. മരം വെട്ടിമാറ്റാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട നഗരസഭയിലും വനം വകുപ്പിലും പരാതി നൽകിയിട്ട് നാളുകളേറെയായി. എന്നാൽ നാളിതുവരെയായും മരം വെട്ടിമാറ്റാനുള്ള നടപടികൾ ഉണ്ടായിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. കഴിഞ്ഞ ഒരു വർഷങ്ങളുമായി ഈ ഉണങ്ങിയ മരം വെട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ട നടപടികളുമായി മുമ്പോട്ട് നീങ്ങുകയും അധികാരികളുടെ അനാസ്ഥ മൂലം ഒരു സെക്ഷനിൽ നിന്ന് ഓർഡർ ആയി കഴിഞ്ഞാലും അടുത്ത സെക്ഷനിൽ നിന്ന് ഒബ്ജക്ഷൻ വരികയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ഇത് മുറിച്ചു മാറ്റാൻ പറ്റാത്ത സ്ഥിതിയിലാണ് ഇപ്പോഴുള്ളത്. വളരെ അടിയന്തരമായിട്ട് ഇത് മാറ്റിയില്ലെങ്കിൽ വളരെ ഗുരുതരമായ അപകടങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ഒരു മരമാണ്. ഇതിന്റെ ചുവട് ദ്രവിച്ചു നിൽക്കുകയാണ്. വൈദ്യുതി ലൈനും കേബിളുകളും കടന്നു പോകുന്നതിന് സമീപമാണ് മരം ഉണങ്ങി നിൽക്കുന്നത്. നിലവിൽ റോഡ് പുറമ്പോക്കിലാണ് മരം നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വേനൽമഴയോടൊപ്പം ശക്തമായ കാറ്റാരംഭിച്ചതോടെ അപകട ഭീഷണി വർദ്ധിച്ചിരിക്കുകയാണെന്നും നാട്ടുകാർ പറഞ്ഞു. വർഷങ്ങളായി ഈ ഉണങ്ങി നിൽക്കുന്ന മരം വളരെ അപകടകരമായ നിലയിലാണ് നിൽക്കുന്നത്. വാഹനങ്ങൾക്കും ഇവിടെ ഇപ്പോൾ 3 kV ലൈനെല്ലാം പോകുന്നതാണ്. ഇതെല്ലാം മറിഞ്ഞു വീണ് കഴിഞ്ഞിട്ട് പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കുന്നതിനേക്കാൾ നല്ലത് എത്രയും വേഗം അതിന് നടപടി അധികാരികളിൽ നിന്നുണ്ടാകേണ്ടതാണ്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി നിൽക്കുന്ന മരം അടിയന്തരമായി വെട്ടിമാറ്റണമെന്നാണ് ആവശ്യം. പീരുമേട് പാമ്പനാട്ടിലെ പഞ്ചായത്ത് മിനി സ്റ്റേഡിയം സാമൂഹ്യവിരുദ്ധരുടെ താവളമായി മാറുന്നു. മിനി സ്റ്റേഡിയം ഇൻഡോർ സ്റ്റേഡിയം ആക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടില്ല. ഇതോടെ അടച്ചുറപ്പില്ലാത്തതിനാൽ സാമൂഹ്യവിരുദ്ധർ ഇവിടം കൈയടക്കിയിരിക്കുകയാണ്. മുൻ MLA ES ബിജിമോളുടെ കാലത്ത് MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും തുക അനുവദിച്ച ഇൻഡോർ സ്റ്റേഡിയമാക്കാനുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു. തുടർന്ന് നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ കൃത്യസമയത്ത് നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കാൻ കഴിയാതെ വന്നതോടെയാണ് ഇവിടം സാമൂഹിക വിരുദ്ധരുടെ താവളമായി മാറിയതെന്ന് നാട്ടുകാർ പറയുന്നു. അതുമാത്രമല്ല, നമുക്കറിയാമല്ലോ, പാമാർ ഗവൺമെന്റ് സ്കൂളിലെ ഹൈസ്കൂളാണ്. ഇതിലെയാണ് പ്രായമായ പിള്ളേരൊക്കെ നമുക്ക് ഇതിലേക്ക് പോകുന്നത്. അതിൽ അമ്പലത്തിലേക്ക് പോകുന്ന വഴിയാണ്. അടുത്ത് തന്നെ ഒരു ഹോമിയോ ആശുപത്രിയുണ്ട്. ഇത്രയും നല്ല ഈ എല്ലാ അന്തരീക്ഷം ഉള്ളപ്പം ഈ ഒരു സ്റ്റേഡിയം ഈ സ്ഥിതി കിടക്കുന്നത് സാമൂഹിക വിരുദ്ധരുടെ അഴിഞ്ഞാട്ടത്തിൻ്റെ ഒരു കേന്ദ്രമായിട്ട് മാറിയിരിക്കുകയാണ്. അത് കാരണം എത്രയും പെട്ടെന്ന് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇതിനൊരു നടപടി സ്വീകരിക്കണം. അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ രാത്രികളിൽ പോലീസ് റോന്ത് അത്യാവശ്യം വേണ്ടതാണ്. മുൻപൊക്കെ രാത്രികാലങ്ങളിലായിരുന്നു സാമൂഹിക വിരുദ്ധ ശല്യം ഇവിടെ രൂക്ഷമായിരുന്നത്. എന്നാൽ ഇപ്പോൾ രാത്രിയും പകലും പ്രദേശം സാമൂഹിക വിരുദ്ധർ കൈയടക്കിയിരിക്കുകയാണെന്നും നാട്ടുകാർ പറഞ്ഞു. അടുത്ത് തന്നെ താമസിക്കുന്ന വ്യക്തിയാണ്. ഇവിടെ ഗ്രൗണ്ടിന്റെ പണി പൂർത്തീകരിക്കാത്തതിനാൽ വളരെയധികം ബുദ്ധിമുട്ട് ഞങ്ങൾ അയൽവക്കം എന്നുള്ള നിലയിൽ അനുഭവിക്കുന്നുണ്ട്. കാരണം സാമൂഹിക വിരുദ്ധരുടെ അഴിഞ്ഞാട്ടമാണ് ഇവിടെ നടക്കുന്നത്. ഇതിൻ്റെ മുമ്പിലുള്ള വഴിയെ കൂടെ ഒരു സന്ധ്യ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വരുന്നവർക്ക് നടക്കാൻ പോലെയുള്ള സാഹചര്യമില്ല. അത്രയ്ക്കും മോശമായ സാഹചര്യം, മദ്യപാനം, മയക്കുമരുന്ന് എല്ലാം ഇവിടെ അഴിഞ്ഞാടുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് അടിയന്തരമായിട്ട് എത്രയും പെട്ടെന്ന് ഈ ഗ്രൗണ്ടിൻ്റെ പണി പൂർത്തീകരിച്ച് ഇത് സുരക്ഷിതമാക്കാനുള്ള നടപടി മേലിൽ നിന്നുണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സ്റ്റേഡിയത്തിന് സമീപത്തുള്ള വീടുകളിലും വഴിയാത്രക്കാരായ സ്ത്രീകൾക്കും ഒരു സുരക്ഷിതത്വവുമില്ലാത്ത അവസ്ഥയാണ് നിലവിൽ. പ്രദേശത്ത് പോലീസിന്റെയും എക്സൈസിന്റെയും പെട്രോളിംഗ് ശക്തമാക്കണമെന്നാണ് ആവശ്യം. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ ആദിവാസി മേഖലയായ കള്ളക്കുട്ടിക്കുടിയിലേക്കുള്ള പാലത്തിന്റെ നിർമ്മാണം ഈ വേനൽക്കാലത്തും സാധ്യമായില്ല. റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി പാലം നിർമ്മാണത്തിന് തുക അനുവദിക്കുകയും ടെൻഡർ നടപടികൾ നടത്തുകയും ചെയ്തുവെങ്കിലും നിർമ്മാണ ജോലികൾ ആരംഭിച്ചിട്ടില്ല. മഴക്കാലത്തിന് 1 മാസം കൂടി മാത്രം ശേഷിക്കെ ഈ കാലവർഷവും കള്ളക്കുട്ടി നിവാസികൾക്ക് ദുരിതകാലമാവും. 2018 പ്രളയത്തിലായിരുന്നു കള്ളക്കുട്ടിക്കുടിയിലെ ആദിവാസി കുടുംബങ്ങൾ പുറം ലോകത്തേക്കെത്താൻ ആശ്രയിച്ചിരുന്ന പാലം ഒഴുകിപ്പോയത്. അന്നു മുതൽ മഴക്കാലത്ത് സമാനതകളില്ലാത്ത ദുരിതമാണ് കുടുംബങ്ങൾ അനുഭവിക്കുന്നത്. കുടിയിലേക്ക് എത്തും മുമ്പുള്ള പുഴയ്ക്ക് കുറുകെ ഒരു പാലം നിർമ്മിക്കണമെന്ന ഇവരുടെ ആവശ്യത്തിന് 7 വർഷത്തോളം പഴക്കമുണ്ട്. കാത്തിരിപ്പിനൊടുവിൽ റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി 32 മീറ്റർ നീളത്തിൽ പാലവും 1.25 കിലോമീറ്റർ ദൂരം കോൺക്രീറ്റ് റോഡും നിർമ്മിക്കാൻ 3.60 കോടി രൂപ അനുവദിച്ചു. എന്നാൽ നിർമ്മാണ ജോലികൾ ആരംഭിക്കാത്തതാണ് നിലവിൽ പ്രതിസന്ധിയായിട്ടുള്ളത്. ഇതോടെ മഴക്കാലത്തിന് 1 മാസം കൂടി മാത്രം ശേഷിക്കെ ഈ വർഷകാലവും കള്ളക്കുട്ടി നിവാസികൾക്ക് ദുരിതകാലമാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായി. കുടിനിവാസികൾക്ക് അരി ഉൾപ്പെടെ അവശ്യ വസ്തുക്കൾ എന്ത് വാങ്ങണമെങ്കിലും പുഴ കടന്ന് ഇക്കരയെത്തണം. സ്കൂൾ തുറക്കുന്നതോടെ കുട്ടികളും പുഴ കടന്നു വേണം വിദ്യാലയത്തിലെത്താൻ. മഴയത്ത് ചികിത്സാ സംബന്ധമായ ആവശ്യങ്ങൾക്കൊക്കെയുള്ള ഇവരുടെ പുറം ലോകത്തേക്കുള്ള യാത്ര ഏറെ ദുഷ്കരമാണ്.
മഴക്കാലം ആരംഭിക്കുന്നതോടെ ഒറ്റപ്പെട്ടു പോകാതിരിക്കാൻ പുഴയ്ക്ക് കുറുകെ ഇവർ തന്നെ ഈറ്റ കൊണ്ടൊരു തൂക്കുപാലം നിർമ്മിച്ചാണ് യാത്ര സാധ്യമാക്കിയത്. വരുന്ന മഴക്കാലത്തും ഈ സാഹസിക യാത്ര തുടരേണ്ടി വരുമല്ലോ എന്ന നിസ്സഹായ അവസ്ഥയിലാണ് കള്ളക്കുട്ടിക്കുടിയിലെ ആദിവാസി കുടുംബങ്ങൾ. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. യേശുക്രിസ്തുവിന്റെ അന്ത്യ അത്താഴത്തിന്റെ സ്മരണയിൽ ലോകമെങ്ങുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ പെസഹ ആചരിച്ചു. പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും കാൽകഴുകലും ശുശ്രൂഷയും നടന്നു. മനുഷ്യർ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കണമെന്ന് സീറോ മലബാർ സഭ മുൻ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ നവീകരണ ജോലികൾ പുരോഗമിക്കുന്നു. ഇപ്പോൾ നടക്കുന്നത് പാതയുടെ വീതി വർദ്ധിപ്പിക്കുന്ന മൺജോലികൾ. ദേശീയപാത മുഖം മിനുക്കുന്നതോടെ അടിമാലിയുടെയും മൂന്നാറിന്റെയും വാണിജ്യ മേഖലയ്ക്കും വിനോദസഞ്ചാര മേഖലയ്ക്കും കരുത്താകുമെന്ന പ്രതീക്ഷ. ജില്ലാ വിനോദസഞ്ചാര വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന 4ാമത് മൂന്നാർ പുഷ്പമേള മെയ് 1 മുതൽ 10 വരെ നടക്കും. പുഷ്പമേള നടത്തുന്നത് ദേവികുളം റോഡിലുള്ള വിനോദസഞ്ചാര വകുപ്പിന്റെ ബോട്ടാണിക്കൽ ഗാർഡനിൽ. മേളയുടെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത് മൂന്നാറിന്റെ തനത് പൂക്കൾക്കൊപ്പം വിദേശ ഇനങ്ങൾ ഉൾപ്പെടെ പുതിയ 400-ലധികം തരത്തിലുള്ള പൂക്കളും ചെടികളും. പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഷീ ലോഡ്ജിന്റെ നിർമ്മാണ ജോലികൾ അവസാന ഘട്ടത്തിൽ. പഞ്ചായത്ത് പദ്ധതി നടപ്പിലാക്കുന്നത് ബഹുവർഷ പദ്ധതിയായി 1.25 കോടിയോളം രൂപ വകയിരുത്തി. ഷീ ലോഡ്ജ് പദ്ധതി മൂന്നാറിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കൂടുതൽ കരുത്തു പകരുമെന്ന് പ്രതീക്ഷ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.